എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏത് പാർട്ടിലാണ് നമ്മളുടെ ഭരണഘടനയിൽ വരുന്നത്? പാർട്ട് 4 വരുന്നത്. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണുള്ളത്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നമ്മളെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെയുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ളവയുണ്ട്, ഗാന്ധിയൻ ആയിട്ടുള്ളവയുണ്ട്, ലിബറൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളവയുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് കൊണ്ടുവന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? നമ്മളെ 42ാമത്തെ അമെൻമെൻറ്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ആ അമെൻമെൻറ്റ് വഴിയും, പിന്നെ 44ാമത്തെ അമെൻമെൻറ്റ് വഴി, 86ാമത്തെ അമെൻമെൻറ്റ് വഴി, 93ാമത്തെ അമെൻമെൻറ്റ് വഴി, അങ്ങനെ പല സമയങ്ങളിലായിട്ട് പുതിയ പുതിയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ ആഡ് ചെയ്തിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞു. ഇന്നിനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇങ്ങനെ കൊണ്ടുവരാനായിട്ടൊരു സാങ്ഷൻ വന്നത്, അതിനൊരു ആവശ്യം ഉന്നയിച്ചത്, അത് ഒരു സജഷൻ ആയിട്ട് വെച്ചത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ BN റാവു എന്നു പേരുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ, നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്ന BN റാവു ആണ് പറഞ്ഞത്, നമുക്ക് 2 തരത്തിലുള്ള റൈറ്റ്സ് കൊടുക്കാം. ഒന്ന് നമുക്ക് ജസ്റ്റിസിബിൾ ആയിട്ട് കൊടുക്കാം. ഈ ജസ്റ്റിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPസും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിസിബിൾ ആണ്. നമുക്കത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതി കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം. അതുപോലെ തന്നെ പാർലമെന്റിന് അധികാരമുണ്ട് മറ്റേതെങ്കിലും താഴെത്തട്ടിലുള്ള കോടതികൾക്ക് ഇത്തരം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാനായിട്ട് അധികാരം കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ. അതിൻ്റെ ഒപ്പം തന്നെ നോൺ ജസ്റ്റിസിബിൾ ആയിട്ടുള്ള കുറച്ച് റൈറ്റ്സും കൂടെ കൊടുക്കാം. അങ്ങനെയാണ് DPSPs എന്നുള്ളൊരു ആശയം വന്നത്. അപ്പോൾ നോൺ ജസ്റ്റിസിബിൾ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും കോടതി കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ DPSPs പാലിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അതേസമയം നമ്മൾ DPSPസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ 38 മുതൽ 51 വരെയാണ് പ്രോപ്പറായിട്ട് റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുള്ളൂ. 36 എന്താ പറയുന്നത്? 36 പറയുന്നത് സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്. അതിനുശേഷം 37 പറയുന്നുണ്ട് ഈ DPSPs എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ആണ്. നമ്മളുടെ ഈ ഒരു രാജ്യത്ത് ഭരണമൊക്കെ നടത്തുന്നവർക്ക് ഒരു മോറൽ ഒബ്ലിഗേഷൻ ആണ് ഈ ഒരു DPSPs എന്ന് പറയുന്നത്. ഇത് നിയമപരമായിട്ട് നമുക്ക് ഒരിക്കലും കേസൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു മോറൽ ഒബ്ലിഗേഷൻ ആണ്, ഒരു എന്താ പറയുക, ഒരു കടമയുണ്ട് ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന്. നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇത് അംബേദ്കറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാവായ നമ്മളെ ഫാദർ ഓഫ് ഡ്രാഫ്റ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള നമ്മളുടെ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരിക്കലും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. DPSPs ജസ്റ്റിസിബിൾ അല്ല, നിയമം കൊണ്ട് ഇതിനെ ഒരിക്കലും നമുക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പോട്ടെ, ഇതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേ വേണ്ട എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാവായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു DPSPസിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ആർട്ടിക്കിൾ 37 തന്നെ പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെന്റൽ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മോറൽ ഒബ്ലിഗേഷൻ ആണെന്നുള്ള രീതിയിലൊക്കെ പല കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ DPSPസിനെ നമ്മൾ വെറും ജസ്റ്റിസിബിൾ അല്ലാത്ത, നമുക്ക് കേസ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാര്യമായിട്ട് വെച്ചു എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വീട് പണിയുന്ന പോലെയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് വീട് പണിയുമ്പോൾ നമുക്ക് കിടക്കാനൊരു സ്ഥലം വേണം, നമുക്ക് 1-2 ബെഡ്റൂം വേണം, ഒരു കിച്ചൺ വേണം. ഏറ്റവും ആവശ്യകതയേറിയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഒരു വീട് പണിയുമ്പോൾ നമ്മളുടെ ഭരണഘടനയോട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത്. അത് മൗലിക അവകാശങ്ങളാണ്, അത് കൊടുത്തേ പറ്റൂ. പക്ഷെ ഭാവിയിൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ കുറച്ച് ഏബിൾ ആകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ DPSPs വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത്. ഇൻസഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. നമ്മളന്ന് ഒരു പുതിയ രാജ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഇവിടുത്തെ പല കാര്യങ്ങളും കൊള്ളയടിച്ച്, നിങ്ങൾ ശശി തരൂരിൻ്റെ ഒക്കെ പല സ്പീച്ചുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ബ്രിട്ടീഷുകാർ നമ്മളെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ് വളരെ കുറവായിരുന്നു. ദ കൺട്രി ഡിഡ് നോട്ട് പൊസസ് സഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ഇംപ്ലിമെന്റ് ദം. നമ്മളുടെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവരാനെന്നുള്ള രീതിയിൽ
പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാവർക്കും ലൈവ്ലിഹുഡ് പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം MGNREGA, അതായത് നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, അത് പ്രകാരമുള്ള സ്കീമൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷം 2000-കളിലാണ് ഈ ഒരു ആക്ട് ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ പണ്ടേ ഈ ഒരു DPSPസിൽ ഇതും റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സമയം ആയപ്പോഴൊക്കെ നമുക്കൊരു എബിലിറ്റി വന്നുള്ളൂ, നമുക്കിതൊക്കെ എല്ലാവർക്കും കൊടുക്കാം എന്നുള്ളൊരു എബിലിറ്റി ഉണ്ടാവാനൊക്കെ കുറേ സമയം എടുത്തു. അന്ന് ഇന്ത്യയുടെ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ ഇതൊന്നും കൊടുക്കാൻ ഒരു വിധത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസഫിഷ്യന്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്റ്റ് ഡൈവേഴ്സിറ്റി. നമ്മളെ രാജ്യം വളരെ ഡൈവേഴ്സ് ആണ്, പല രീതിയിലുള്ള ജനങ്ങളുണ്ട്. നമുക്കറിയാം ഇവിടെ തന്നെ ശരിക്കും ഒരു അടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ പറഞ്ഞ് അടി ഉണ്ടാക്കിപ്പിക്കാം. നമ്മളെ ബ്രിട്ടീഷുകാരൻ ഇവിടെ ജീവിച്ചു പോയത് ഇങ്ങനെ പലരെയും നമ്മൾ അടി ഉണ്ടാക്കിപ്പിച്ചുകൊണ്ടാണ്. നമുക്കിപ്പോൾ നമ്മളെ സൗത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ തന്നെ തമിഴ്നാടും കേരളവും തമ്മിൽ ഭാഷയുടെ പേരിൽ അടി ഉണ്ടാക്കിപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടി ഉണ്ടാക്കിപ്പിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പം മലയാളത്തിൻ്റെ ഉള്ളിൽ തന്നെ പല ഭാഷക്കാർ, അതായത് ഭാഷയല്ല അവരുടെ ഒരു സ്ലാങ് തമ്മിൽ വ്യത്യാസമുണ്ട്, ജില്ലകൾ മാറും തോറും അവിടെ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങളുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമായിരുന്നില്ല. പിന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ് വളരെ കുറവായിരുന്നുകൊണ്ട് തന്നെ ഇവിടെ ബാക്ക്വേർഡ്നെസ് വളരെ കൂടുതലായിരുന്നു, ആൾക്കാരൊക്കെ വളരെ പിന്നാക്കം ചെന്നവരായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പല DPSPസിൽ പറയുന്ന പല കാര്യങ്ങൾക്കുമായിട്ട് ആ ഒരു റിസോഴ്സസ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഏറ്റവും പ്രശ്നമുള്ള കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണം, അല്ലേ? നമ്മളിപ്പോൾ വീട് വെക്കുമ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിച്ച് കഴിഞ്ഞാലേ നമുക്ക് മറ്റു കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വാസ്റ്റ് ഡൈവേഴ്സിറ്റി പിന്നെ ബാക്ക്വേർഡ്നെസ് എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ന്യൂലി ബോൺ ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ഇറ്റ്സ് മെനി പ്രീഓക്യുപ്പേഷൻസ്. നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നിരുന്ന സമയത്ത് തന്നെ ഈ മതസ്പർദ്ധയൊക്കെ ഉണ്ടാക്കിയത്, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. അതാണ് ഈ പ്രീഓക്യുപ്പേഷൻസ്, പല രീതിയിലുള്ള ഓൾറെഡി ഉള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ മൈറ്റ് ബി ക്രഷ്ഡ് അണ്ടർ ദ ബർഡൻ അൺലെസ് ഇറ്റ് വാസ് ഫ്രീ ടു ഡിസൈഡ് ദ ഓർഡർ, ദ ടൈം, ദ പ്ലേസ് ആൻഡ് ദ മോഡ് ഓഫ് ഫുൾഫില്ലിംഗ് ദം. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഗവൺമെന്റിന് ഒരു ഫ്രീഡം കൊടുക്കണം. അതായത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കൊണ്ടുവന്നാൽ മതി എന്നൊരു ഫ്രീഡം കൊടുത്താൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ പറയാണ് നിങ്ങൾ എല്ലാവർക്കും ലൈവ്ലിഹുഡ് കൊടുക്കണം, നിങ്ങൾ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കണം, നിങ്ങൾ എല്ലാവർക്കും ഈക്വൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടപ്പിലാക്കാനുള്ളൊരു കഴിവ്, അതിനുള്ളൊരു എക്സ്പെർട്ടീസ്, അതിനുള്ള ഒരു എന്താ പറയുക ഒരു ബ്യൂറോക്രസി, ആൾക്കാരുടെ ബലം പോലും നമ്മളുടെ ഗവൺമെന്റിന് ആ സമയത്ത് ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ DPSPs പിന്നീട് കൊണ്ടുവരാം നോൺ ജസ്റ്റിസബിൾ ആയിട്ട് വെച്ചത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചവർ ചിന്തിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മളുടെ കോടതി വഴി നടപ്പിലാക്കുന്ന ഒരു രീതി വേണ്ട, കോടതി വഴി നടപ്പിലാക്കുന്ന ഒരു രീതി നമുക്ക് കൊണ്ടുവരാണ്ട് ഇതൊരു പബ്ലിക് ഒപ്പീനിയൻ വഴി നമുക്ക് കൊണ്ടുവരാം. പബ്ലിക് ഒപ്പീനിയൻ വഴി എന്നോടാ പറയണേ, കാരണം എന്ന് വെച്ചാൽ DPSPസിൽ ഇതുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് വേണമെന്ന് DPSPസിലുണ്ടല്ലോ, അപ്പൊ എന്താ ഗവൺമെന്റ് നിങ്ങളിത് കൊണ്ടുവരാത്തെ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു പബ്ലിക് ഒപ്പീനിയൻ വഴി കൊണ്ടുവരാം, നമുക്ക് കോടതി വഴി നടപ്പിലാക്കുന്ന ഒരു രീതി വേണ്ടാന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. കോടതി വഴി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പോൾ ചോദിക്കാം, ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാത്ത, ഇവിടെ ഇൻഇക്വാലിറ്റി കുറയ്ക്കണം എന്ന് DPSPസിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ലേ ഒരു ഫ്രെയിം വർക്ക്. ഭാവിയിൽ നമ്മളുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പോകണം എന്നല്ലേ നമ്മളെ ഭരണഘടനാ നിർമ്മാതാക്കൾ എഴുതി വെച്ചിട്ടുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളത് ഫോളോ ചെയ്യാത്തത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ 2ാം നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാശൊക്കെ നമ്മളുടെ വീട്ടിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പനോട് ചെന്ന് ചോദിക്കാം, അപ്പ എന്തായാലും 2ാം നിലയ്ക്കുള്ളതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാത്തതെന്ന് നമുക്ക് ചോദിക്കാം. അല്ലാതെ കോടതിയിൽ പോയിട്ട് കേസാക്കാൻ പറ്റില്ല, കോടതിയിൽ പോയിട്ട് കേസാക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ചോദ്യത്തിൽ തന്നെയുണ്ട് നമ്മൾ ഒരു ഏബിൾ ആയിട്ടുള്ള സിറ്റിസൺ ആണെന്ന് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ കണ്ടിരുന്നു. അതാണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട കാര്യം. ഇനി അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഈ DPSPസിന്റെ മേല് വന്നിട്ടുള്ള കുറച്ച് ക്രിറ്റിസിസംസ് ആണ്. ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ക്രിറ്റിസിസത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ കാര്യം,
ഈ DPSPs കൊടുത്തിട്ട് എന്താ കാര്യം? ഇതിന് ലീഗൽ ഫോഴ്സ് ഇല്ലല്ലോ. ഇത് നിയമപരമായിട്ട് നമുക്കൊന്നും കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വീക്കായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അവർ പറഞ്ഞത്, ആദ്യത്തെ കാര്യം. പിന്നെ ഇത് ഇല്ലോജിക്കലി അറേഞ്ച്ഡ് ആണ്. നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോഷ്യലിസ്റ്റിക് ഉണ്ട്, ഗാന്ധിയൻ ഉണ്ട്, ലിബറൽ ഇന്റലക്ച്വൽ ഉണ്ട്. പക്ഷെ ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും ഒരു സെഗ്മെന്റിൽ ഇപ്പൊ 38 മുതൽ 40 വരെയുള്ളത് സോഷ്യലിസ്റ്റിക്, 40 മുതൽ 45 വരെയുള്ളത് ഗാന്ധിയൻ, 45 മുതൽ 51 വരെയുള്ളത് ലിബറൽ ഇന്റലക്ച്വൽ, അങ്ങനെയൊന്നും അല്ല അറേഞ്ച് ചെയ്തിരിക്കണേ. ഇതൊക്കെ പല സ്ഥലത്ത് തന്നെ കിടക്കണേ. ഇപ്പോൾ ആർട്ടിക്കിൾ 48 തന്നെ ചിലപ്പോൾ ലിബറൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും, അതുപോലെ തന്നെ ഗാന്ധിയൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്താൽ കിടക്കണം. അപ്പൊ ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണെന്നാണ് രണ്ടാമത്തെ ഒരു ക്രിറ്റിസിസം വന്നത്. അതിനുശേഷം വന്നത് ഇത് വളരെ കൺസർവേറ്റീവ് ആണ്. ഇപ്പൊ നിങ്ങൾ ഗാന്ധിയൻ പ്രിൻസിപ്പിളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കൗ സ്ലോട്ടറിനെ കുറിച്ചൊക്കെ, ഈ പശുക്കളെയും മറ്റുമൊക്കെ അറിവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ അധികം പേര് വളരെ മുന്നിലുള്ള ചിന്താഗതി വെക്കുന്നവർ പറയാറുണ്ട്, ഇപ്പൊ മനുഷ്യന് എന്തും കഴിക്കാലോ, മനുഷ്യന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മറ്റേ പശുവിനെ അറക്കരുത്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ കൺസർവേറ്റീവ് ആണെന്നാണ് ഒരു ക്രിറ്റിസിസം വന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കോൺഫ്ലിക്റ്റ് കൊണ്ടുവരും. നമ്മളുടെ ഈ പ്രിൻസിപ്പിൾസിലോട്ട് നോക്കുമ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ ഈ എന്താ പറയുക, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ സെന്ററിന്റെ കുറെ കാര്യങ്ങൾ കോൺഫ്ലിക്റ്റ് വരും. ഇത് നിയമം വഴി നടപ്പിലാക്കുന്നൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ നമ്മൾ കേസ് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ സെന്ററിനോട് നമ്മൾ ചോദ്യം ചെയ്യും അല്ലേ? അതുപോലെ തന്നെ സെന്ററിന് സ്റ്റേറ്റിനോടും വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഈ DPSPs അങ്ങോട്ട് ഫോളോ ചെയ്തു പോ. അപ്പോൾ സ്റ്റേറ്റിന് അതൊരു ബേർഡനായി മാറില്ലേ? നമ്മളെ സംസ്ഥാനത്തോട് പറയാണ്, നിങ്ങൾ എന്താ കൗ സ്ലോട്ടർ പ്രോപ്പറായിട്ട് തടയാത്തത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റിന് അത് കേൾക്കേണ്ടി വരും. കാരണം നമ്മളുടെ ഈ ഒരു എമർജൻസി കൊണ്ടുവരാനുള്ള ഒരു പ്രൊവിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനയുടെ അനുസൃതമായിട്ട് നമ്മളുടെ സ്റ്റേറ്റ് റൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന് ഇവിടെ ഒരു എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കോൺഫ്ലിക്റ്റിനുള്ള കാരണമാവാറുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്, നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ സ്റ്റേറ്റ്സിനോട് ഒരു കാര്യം പറഞ്ഞിട്ടൊക്കെ പ്രശ്നമാക്കാം. ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ, ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ഒരു കാര്യം കൊണ്ടുവരാണ്, അപ്പൊ നമ്മളെ പ്രസിഡന്റിന് ചോദിക്കാം, നിങ്ങൾ എന്താ ഇവിടെ DPSP ഫോളോ ചെയ്യാത്ത, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാം. ഇപ്പൊ തന്നെ നമ്മൾ കാണാറുണ്ട്, ഗവർണറും നമ്മളുടെ മുഖ്യമന്ത്രിയും തമ്മിൽ വളരെ വലിയ അടിയാണ്. ഗവർണർ പല സമയത്ത് നമ്മുടെ വാർത്തയുടെ ഹെഡ്ലൈൻ ഇപ്പൊ ഗവർണറുടെ കാര്യങ്ങളാണ് വരുന്നത്. മിക്കവാറും അടുത്ത മനോരമ ന്യൂസ് മേക്കർ അവാർഡ് മുഹമ്മദ് ആരിഫ് ഖാന് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. നമ്മളുടെ ഗവർണർ ചിലപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് DPSPs ഫോളോ ചെയ്യാതെ, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളായിട്ട് വരും. ഗവർണറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡിസ്ക്രിഷണറി പവേഴ്സ് നമ്മളെ ഗവർണറിനുണ്ട്, പ്രസിഡന്റിന്റെ പോലെ അല്ല. അപ്പോൾ ബിറ്റ്വീൻ ദ ഗവർണർ ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ അങ്ങനെ പല വിധത്തിലുള്ള കോൺഫ്ലിക്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ DPSPസും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരും. കാരണം ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്ന റൈറ്റ് ടു ഈക്വാലിറ്റിയും ഇപ്പൊ നമ്മളെ ലാൻഡ് റിഫോമും നമ്മൾ ഒരിക്കലും സിമിലർ ആയി പോവില്ല. അതിന്റെ പേരിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ കാണും. അപ്പോൾ ഇത്രയും ക്രിറ്റിസിസംസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇത്രയും ക്രിറ്റിസിസം ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് നമ്മളെ DPSPs ഇത്രയും നല്ലതായിട്ട് പറയുന്നു? അതിന് പല കാര്യങ്ങളുണ്ട്. നമ്മളെ DPSPസിന് പല വിധത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ അംബേദ്കർ, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കർ ആയിട്ടുള്ള അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഇത് എക്കണോമിക് ഡെമോക്രസി കൊണ്ടുവരാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് കൊണ്ടുവരുന്നത് നമ്മളുടെ ഈ ഒരു DPSPs വഴിയാണ്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് നമ്മളുടെ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ MC ചാഗ്ല എന്ന് പേരുള്ള പഴയ നമ്മളുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇവിടെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ ഒരു സ്വർഗമായി പോയാനെ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, പല വിധത്തിലുള്ള കാര്യങ്ങൾ, മദ്യവിമുക്തമാക്കുന്ന കാര്യങ്ങൾ, പശുക്കളുടെ സ്ലോട്ടർ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള ലൈവ്ലിഹുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഒക്കെ ഹെൽത്തും ന്യൂട്രീഷനും എല്ലാ കാര്യങ്ങളും നോക്കുന്ന കാര്യങ്ങൾ, നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ലോകത്തെ മൊത്തം ഒരു സമാധാനം കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡായിട്ട് കിടക്കുകയാണ് നമ്മളെ DPSPs. അതുകൊണ്ട് തന്നെ ഈ DPSPs ഒക്കെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു രാജ്യം തന്നെ ഒരു സ്വർഗമായി മാറിയെന്ന് നമ്മളുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള MC ചാഗ്ല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പുകഴ്ത്തലുകൾ നമ്മളെ DPSPസിന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ DPSPസിൻ്റെ ആ ഒരു യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്ക് ജസ്റ്റ്
ഈ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പോലെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനോട് സിമിലർ ആണ്. അന്ന് നമ്മളുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങ് ബ്രിട്ടനിലിരുന്ന് ഇവിടത്തെ വൈസ്രോയിനോടും ഗവർണർമാരോടൊക്കെ പറയുന്ന കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വേണം ഭരണം നടത്താൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇനി വരാൻ പോകുന്ന ഗവൺമെന്റുകളോട് ആ ഒരു ഭരണഘടനയിൽ തന്നെ നമ്മളുടെ പാർട്ട് 4 ഈ DPSPs വഴി പറഞ്ഞത് ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ ഭരിക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു റിമൈൻഡർ ആണ്. എന്തെങ്കിലും രീതിയിൽ നമ്മളുടെ ഗവൺമെന്റ് വഴിതെറ്റി പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ഭരിക്കേണ്ടത്. നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഇനീക്വാലിറ്റീസ് കുറയ്ക്കണം, ആൾക്കാർ തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവരുത്, ഇവിടുത്തെ എക്കണോമിക് ഇനീക്വാലിറ്റീസ് ഒക്കെ വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു റിമൈൻഡറാണ്. നമ്മൾ പല സമയത്ത് നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട്. ഈ ലഗേ രഹോ മുന്നാബായ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ആത്മാവ് വന്നിട്ട് മുന്നാബായിനോട് വന്നിട്ട് പറയും, എന്താടാ നീ ഇങ്ങനെ ചെയ്യണേ, ഇത് ചെയ്യണത് ശരിയാണോ, ഇത് തെറ്റല്ലേ എന്ന് വന്ന് പറയാറില്ലേ? അതുപോലെ തന്നെയാണ് ഈ DPSPs ഒരു റിമൈൻഡറാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേക്കൺ ലൈറ്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കോടതികൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളും റിവ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ ഓക്കെ ഭരണഘടനാ നിർമ്മാതാക്കൾ ആഗ്രഹിച്ചത് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇവിടുത്തെ ഭരണം കൊണ്ടുപോകണം എന്നാ, അപ്പോൾ ശരിയാണ് കേട്ടോ, ഇത് നമ്മളിവിടെ നടപ്പിലാക്കിയേ പറ്റൂ. ഇപ്പം നമ്മളെ ലാൻഡ് റിഫോമിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളുടെ കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റ് April 24, 1973 വരുമ്പോൾ ആ ഒരു കോടതി വിധിയിൽ ഈ ലാൻഡ് റിഫോംസിന്റെ കാര്യത്തിൽ കോടതി ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ April 24, 1973 മുൻപ് ചെയ്ത ഭേദഗതികളൊക്കെ അതൊക്കെ പൊക്കോട്ടെ, പക്ഷെ ഇനി ഞങ്ങൾ റിവ്യൂ ചെയ്യും, ഇനി എന്തായാലും റിവ്യൂ ബേസിക് സ്ട്രക്ചറലായിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാൻഡ് റിഫോംസും പിന്നെ നമ്മൾ റിസർവേഷൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നടന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അത് നടന്നു പൊക്കോട്ടെ എന്ന് നമ്മളെ കോടതി വിചാരിക്കാൻ കാരണം എന്താ? അതൊക്കെ നമ്മൾ DPSPs കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മളുടെ ആർട്ടിക്കിൾ 31C നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോഴും കോടതി നോക്കിയപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയാണ്, ഇത് ഈ ഭൂപരിഷ്കരണം എന്നുള്ളതൊക്കെ ഇവിടുത്തെ ഇൻഈക്വാലിറ്റി കുറയ്ക്കേണ്ടതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അവിടെ കുറച്ച് ഇളവുകളൊക്കെ കൊടുക്കാം എന്ന് കോടതി വരെ ചിന്തിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു ബീക്കൺ ലൈറ്റ് ആണ്, നമുക്കൊരു മാർഗനിർദ്ദേശമാണ്. ഈ ബീക്കൺ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ കടലിൻ്റെ ഓരത്തൊക്കെ ബീച്ചിലൊക്കെ ഉണ്ടാവില്ലേ ഒരു ലൈറ്റ്, കറക്റ്റ് ഇങ്ങനെ നമുക്ക് ഡയറക്ഷൻ കാണിക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈറ്റാണ്. അതാണ് നമ്മൾ രണ്ടാമത്തെ യൂട്ടിലിറ്റി എന്നുള്ളത്. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോമിനേറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മളുടെ ഈ ഗവൺമെന്റുകളൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു മദ്യവിമുക്തമാക്കാൻ പോവാണ് കേരളം എന്ന് പറയുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് അതിൻ്റെ അന്തസത്ത, ഇത് കാരണമാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനൊരു ഡൊമിനേറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് ലെജിസ്ലേറ്റീവ് ആയിക്കോട്ടെ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ ഏത് രീതിയിലാണെങ്കിലും. ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെ നിയമനിർമ്മാണ സഭകൾ, എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നമ്മളുടെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഗവർണർ എല്ലാവരും അടങ്ങുന്ന സ്റ്റേറ്റിലും, പിന്നെ നമ്മളെ സെൻട്രലിലോട്ട് പോകുമ്പോൾ പ്രസിഡന്റ്, നമ്മളെ പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാവരും അടങ്ങുന്ന ആ ഒരു എക്സിക്യൂട്ടീവ് ഒക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് പിന്നിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇങ്ങനത്തെ ഒരു കാര്യം. പിന്നെ ആംപ്ലിഫൈ പ്രിയാമ്പിൾ, നമ്മളെ പ്രിയാമ്പിളിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അതുപോലെ ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ പ്രോപ്പറായിട്ട് ഇങ്ങനെയാടാ പ്രിയാമ്പിളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യാൻ, അതിനൊന്ന് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്കി മാറ്റാൻ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മളുടെ DPSPs ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പ്രിയാമ്പിളിനെ കുറച്ചും കൂടെ അർത്ഥവത്താക്കാൻ നമ്മുടെ DPSPs ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദേ ആംപ്ലിഫൈ ദ പ്രിയാമ്പിൾ വിത്ത് സോളംലി റിസോൾവ് ടു സെക്യൂർ ടു ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. അപ്പോൾ എല്ലാ പൗരന്മാർക്കും ജസ്റ്റിസ്, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ലിബർട്ടി എൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പ്രിയാമ്പിളിലത്തെ കാര്യങ്ങളൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു DPSPs കൊണ്ടുവരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത് ഇത് മാത്രമൊന്നുമല്ല, കുറേ അധികം റോളുകളുണ്ട് നമ്മളുടെ ഇവിടുത്തെ പോളിസീസിനൊക്കെ. നമ്മളുടെ ഡൊമസ്റ്റിക് പോളിസി ആണെങ്കിലും ഫോറിൻ പോളിസി ആണെങ്കിലും, കാരണം ഇന്റർനാഷണൽ പീസ് കാത്തു സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങളും ആർബിട്രേഷൻ വഴി മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. അതായത് പ്രോപ്പറായിട്ട്
ഇവിടെ വിചാരണയും അതുപോലെ തന്നെ രണ്ട് കൂട്ടരുടെയും കാര്യങ്ങളൊക്കെ കേട്ട് പ്രോപ്പറായിട്ട് മാത്രമേ തീരുമാനങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് വരെ ഇന്റർനാഷണൽ റിലേഷൻസിൽ വരെ നമ്മൾ DPSPs അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് പോളിസിയിലും ഫോറിൻ പോളിസിയിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി തരും. ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മളുടെ 1950 കൊണ്ടുവന്ന ഭരണഘടനയിൽ തന്നെ അത് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, നമ്മൾ 75 വർഷങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് നമ്മൾ അമൃത് കാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100ാം വാർഷികത്തിലോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ 100ാമത്തെ വർഷം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഒരു 100 വർഷം തികയ്ക്കുന്ന ഒരു ഡെമോക്രസി ആയിരിക്കും. ഒരു ഡെമോക്രസിക്ക് എന്ന് പറയുമ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം നമ്മളുടെ ഒപ്പം വന്ന പാകിസ്ഥാനൊക്കെ ഇപ്പം മിലിറ്ററി റൂളിലോട്ടൊക്കെ പോയി കഴിഞ്ഞു. ബംഗ്ലാദേശിലത്തെ അവസ്ഥയും വളരെ മോശം തന്നെയാണ്. 1972 വന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത പത്രമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ ഓപ്പോസിഷൻ പാർട്ടീസ് ഇലക്ഷനൊക്കെ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും വളരെയധികം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ശ്രീലങ്കയിലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവൈവിങ് ഡെമോക്രസിയാണ്. അപ്പോൾ ആ ഒരു ഡെമോക്രസിക്ക് ഇത്രയധികം സ്റ്റെബിലിറ്റി കിട്ടാനുള്ള കാരണം എന്താ? നമ്മളുടെ ഈ DPSPsൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസിബിൾ അല്ലാതെ ഈ DPSPs വെച്ചത് വളരെ ഗുണമായെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ആയിട്ട് വരുന്ന നമ്മളുടെ എക്സ്ട്രാ റൂൾസിലോട്ട് വരുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനോട് തന്നെ സപ്ലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ DPSPsലുള്ള പല കാര്യങ്ങളും പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 50 ഭരണഘടന വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് നമ്മൾ DPSPsൽ പ്രത്യേകം എടുത്ത് വെച്ചിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള ചരിത്രമുണ്ട്. നമ്മളുടെ കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളത്, കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മളുടെ 86ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി നമ്മളുടെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് മാറി. കമ്പൽസറി എഡ്യൂക്കേഷൻ കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മളുടെ ഈ ഭരണഘടന ഭേദഗതി വഴി ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് മാറി. അത് മാത്രമല്ല, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മളുടെ ഈ ഒരു DPSPsൽ പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിന് ഒരു എക്സ്റ്റൻഷൻ പോലെ ജസ്റ്റിസിബിൾ അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മളുടെ ഈ DPSPsൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ലൈവ്ലിഹുഡ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, അങ്ങനെ പല കാര്യങ്ങളും. നമുക്ക് ഈ 6ാമത്തെ വയസ്സ് വരെയൊക്കെ പ്രോപ്പറായിട്ട് കെയർ കിട്ടുന്നില്ലേ എന്ന് എൻഷുർ ചെയ്യുന്ന ആർട്ടിക്കിൾ 45, അത് പ്രകാരമാണ് നമുക്കിപ്പോൾ ഉപ്പുമാവൊക്കെ തന്ന് പ്രോപ്പറായിട്ട് നമുക്ക് പ്രോട്ടീൻസ് ഒക്കെ കിട്ടുന്നില്ലേ, നമ്മളെ ഹെൽത്ത് ഒക്കെ അടിപൊളിയല്ലേ എന്നൊക്കെ നോക്കുന്നുണ്ട്. അത് നമ്മളുടെ നോൺ ജസ്റ്റിസിബിൾ ആയിട്ടുള്ള, നമുക്ക് കേസ് കൊടുക്കാൻ പറ്റാത്ത ഒരു റൈറ്റ് തന്നെയായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഉപ്പുമാവ് തന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ DPSPsൽ ഉണ്ട്. അപ്പോൾ പല കാര്യത്തിലും എന്താ പറയുക, നമ്മളെ സ്റ്റേറ്റിന് പ്രോപ്പറായിട്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റിന് പുറത്ത് നിന്നിട്ട് തന്നെ കുറച്ച് റൈറ്റ്സ് കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ DPSPs എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ കാണേണ്ടത് ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്താ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ DPSPsൽ ഉണ്ടാ, പോയി DPSPs വായിക്കടാ എന്ന് പറയാൻ പറ്റും. ഇപ്പം മദ്യവിമുക്തമാക്കുന്നു കേരളം എന്ന് പറയുമ്പോൾ, എന്തിനാണ് നിങ്ങൾ മദ്യവിമുക്തമാക്കുന്നത്, ഞങ്ങൾക്കിവിടെ മദ്യം കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം, അല്ല DPSPsൽ ഉണ്ടാ, ഇവിടെ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പോസിഷനെ കുറച്ചും കൂടെ ഇനേബിൾ ചെയ്യും. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടപ്പിലാക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉപ്പുമാവ് കൊടുക്കുന്നത് അംഗൻവാടി വഴി, അപ്പോൾ അത് പ്രോപ്പറായിട്ട് നടപ്പിലാക്കുന്നില്ല. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം റൈറ്റ് ടു ലൈഫിൽ അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് അതില്ലെന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഓപ്പോസിഷന് ചെന്നിട്ട്, ഇപ്പം നമ്മളുടെ കേരളത്തിലത്തെ ഓപ്പോസിഷൻ ലീഡർ VD സതീശനാണ്. അപ്പോൾ VD സതീശന് ചെന്നിട്ട് പറയാം, DPSPsൽ ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താ നിങ്ങളിതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാത്ത, ഇത്തരം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ചെന്ന് ചോദിക്കാൻ പറ്റും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായതുകൊണ്ട് പല കാര്യങ്ങളും പല നിയമങ്ങളൊക്കെ വഴി ഓൾറെഡി നടപ്പിലായി കഴിഞ്ഞു. അപ്പം നമുക്ക് അധികം ചോദിക്കാനൊന്നുമില്ല, ചില കാര്യങ്ങളിൽ മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇപ്പം മദ്യവിമുക്തത്തിന്റെ കാര്യമൊക്കെ, ആ കാര്യത്തിലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നല്ലാണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞു. ഇപ്പം മദ്യവിമുക്തമാക്കുന്നതിന് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഓൾറെഡി ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു പെർഫോമൻസ് ടെസ്റ്റ് ആണ്. നമ്മളുടെ ഈ ഒരു സർക്കാരിന്റെ ഒരു വട്ടത്തെ ഒരു ടേം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷന് പോകുമ്പോൾ നമുക്ക് അവരുടെ പെർഫോമൻസിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻഈക്വാലിറ്റീസ് കുറഞ്ഞോ, അംബാനി അദാനിയും തന്നെയല്ലേ ഇപ്പൊ ഏറ്റവും വലിയവരായിട്ട് നിൽക്കുന്നത്, ഇപ്പോഴും പാവങ്ങൾ തന്നെയായിട്ട് തുടരുന്നില്ലേ, ഇപ്പോഴും വലിയൊരു ശതമാനം പാവങ്ങളായിട്ട് തന്നെ തുടരുന്നത്, ഏറ്റവും കൂടുതൽ കാശൊക്കെ ഈ സമ്പന്നരുടെ കയ്യിലല്ലേ.
അങ്ങനെ നമുക്ക് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇൻഈക്വാലിറ്റീസ് കുറയ്ക്കണമെന്ന് നമ്മുടെ DPSPs തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഇപ്പോൾ മദ്യവിമുക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് എൻഷുർ ചെയ്യുന്നതിൽ, ഇപ്പോൾ ഈ ക്രഷേ സ്കീമിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതൊക്കെ പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യുന്നതിൽ, ഇതിലൊക്കെ ഗവൺമെന്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് വിലയിരുത്താൻ പറ്റും ഈ DPSPs വെച്ചിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നെന്താ, ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ ആയിട്ടും കൂടെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇലക്ഷൻ വന്നു, അപ്പോൾ നമ്മളുടെ ഓപ്പോസിഷനിലുള്ള കോൺഗ്രസ്സുകാർ പറയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളം ഒരു മദ്യവിമുക്ത സംസ്ഥാനമാക്കി മാറ്റും. അങ്ങനെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിലോട്ട് ഇതൊക്കെ എടുക്കാൻ പറ്റും. ഏത് രീതിയിലുള്ള ഒരു എന്താ പറയുക, ഏത് രീതിയിലുള്ള ഒരു പാർട്ടി ആണെങ്കിലും, ഇപ്പോൾ നമ്മൾ പാർട്ടികളെ നോക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള പാർട്ടി ഉണ്ട്. റൈറ്റ് വിങ് പാർട്ടീസ് ഉണ്ട്. റൈറ്റ് വിങ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പാർട്ടീസാണ്. അതായത് അവർക്ക് ഇവിടെ എങ്ങനെയാണോ കാര്യങ്ങളുള്ളത്, ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നിലനിന്നാൽ മതി, ഇവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകണോ അതുപോലെ തന്നെ പോയാൽ മതി, ഇവിടെ ഉള്ള കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കണം, ഇവിടുത്തെ മണ്ണിന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ഇവിടുത്തെ കാര്യങ്ങൾ, നിലനിൽക്കുന്ന കാര്യങ്ങളിനോട് വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതേസമയം ലിബറൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ലിബറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ചേഞ്ചസ് കൊണ്ടുവരണം, ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. ലിബറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് വിങ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ലെഫ്റ്റ് വിങ് ആണ്, ലിബറൽ ആണ്. ഈ റൈറ്റ് വിങ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ BJP ഒക്കെ ഭയങ്കര റൈറ്റ് വിങ് ആണ്. ഈ ഫാർ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഇതിൽ വളരെയധികം എക്സ്ട്രീമിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളെ ലെഫ്റ്റിൽ തന്നെ പോകുമ്പോൾ നമുക്കറിയാം നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, അതുപോലെ തന്നെ വളരെ എക്സ്ട്രീമിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ നക്സലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ പാർട്ടികൾ ഏത് രീതിയിലുള്ള പാർട്ടി ആണെങ്കിലും, ഇപ്പൊ റൈറ്റ് വിങ് ആണെങ്കിലും ലെഫ്റ്റ് വിങ് ആണെങ്കിലും, പിന്നെ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സെൻട്രൽ ഒരു പാർട്ടി, ഒരു ഐഡിയോളജി ഉണ്ട്. അതാണ് നമ്മളെ കോൺഗ്രസ് വരുന്നത്. ഏത് സെറ്റപ്പ് ആണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ അംഗീകരിച്ചേ പറ്റൂ, അല്ലേ? നമ്മളുടെ ലെഫ്റ്റ് വിങ് ആണെന്ന് പറഞ്ഞിട്ട് DPSPസിലെ കൗൺസിലോട്ടറിന്റെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മളുടെ റൈറ്റ് വിങ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നതിൽ ഒന്നും നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ കുറേ അധികം കാര്യങ്ങളിൽ ഏത് പാർട്ടിയാണെങ്കിലും ഇന്ത്യക്ക് ഒരേ ഒരു അജണ്ടയേ ഉള്ളൂ, അത് DPSPs ഇവിടെ നടപ്പിലാക്കുകയാണ് എന്ന് പ്രത്യേകം നമ്മളുടെ ഈ ഒരു DPSPs വഴി നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ് എടുത്തു വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSPs ആണ്. ആദ്യം തന്നെ നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഞാൻ പല വട്ടമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിസിബിൾ ആണ്, DPSPs നോൺ ജസ്റ്റിസിബിൾ ആണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നെഗറ്റീവാണ്. അതായത് ഗവൺമെന്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളിവിടെ അൺടച്ചബിലിറ്റി കൊണ്ടുവരരുത്, നിങ്ങളിവിടെ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്, നിങ്ങൾ എല്ലാവർക്കും ഫ്രീഡം കൊടുത്തേ പറ്റൂ, നിങ്ങൾ അവരുടെ ഫ്രീഡത്തിൽ പോയി ഇടപെടരുത്, നിങ്ങൾ അവരുടെ റിലീജിയന്റെ കാര്യത്തിൽ പോയി ഇടപെടരുത്, അവർക്ക് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകണം, അങ്ങനെ നിങ്ങൾ ഇടപെടരുത്, നിങ്ങൾ അവരെ ചൂഷണം ചെയ്യരുത്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെ ചെയ്യരുത് എന്നാണ് കുറേ കാര്യങ്ങളിലൊക്കെ പറയുന്നത്. പക്ഷെ അതേസമയം DPSPസിലോട്ട് വരുമ്പോഴോ അത് കുറച്ചും കൂടെ പോസിറ്റീവാണ്. നിങ്ങൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കണം, നിങ്ങൾ അവരെ 6 വയസ്സ് വരെ പ്രോപ്പറായിട്ട് നോക്കണം, നിങ്ങൾ ഇവിടുത്തെ കൗസ് ലോട്ടർ പോലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങൾ ഇവിടുത്തെ മദ്യത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കണം. അങ്ങനെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് എൻഷുർ ചെയ്യുന്നത്. നമ്മളുടെ ഈ ഒരു DPSPസിലോട്ട് വരുമ്പോൾ അത് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ജസ്റ്റിസ് ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ലീഗൽ സാങ്ഷൻസ്, ലീഗലായിട്ട് അതിനുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്, അല്ലേ? നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാലിച്ചില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ DPSPസിലോട്ട് വരുമ്പോൾ ഒരു മോറൽ ആയിട്ടും പൊളിറ്റിക്കലും ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു മോറൽ ഒബ്ലിഗേഷൻ, മോറലായിട്ട് ആ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങളിത് പാലിച്ചേ പറ്റൂ, ആ ഒരു മൂല്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളിത് പാലിച്ചേ പറ്റൂ. DPSPസിൽ എന്താ ഇത് കൊടുത്തതല്ലേ, അല്ലാതെ നിയമമൊന്നും പറയുന്നില്ല, കോടതി കൊണ്ട് കേസൊന്നും കൊടുക്കാൻ പോകില്ല. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സാങ്ഷൻ എന്ന് പറയാൻ എന്താ കാരണം, ഒരു ഇലക്ഷൻ വരുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഫോളോ ചെയ്തില്ല എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷൻസ് എന്ന് പറയുന്നത്. അതേസമയം ഫണ്ടമെന്റൽ റൈറ്റിലോ അതൊരു ലീഗൽ സാങ്ഷനുള്ള കാര്യമാണ്, മോറലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഉണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനൊരു ലീഗൽ സാങ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ DPSPസിലോട്ട് വരുമ്പോൾ ഒരു മോറൽ ഒബ്ലിഗേഷൻ, ഒരു പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ, ആ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻഡിവിജ്വൽ വെൽഫെയർ ആണ്. എൻ്റെ റൈറ്റ് ടു ഈക്വാലിറ്റി, എൻ്റെ റൈറ്റ് ടു ഫ്രീഡം, അതിലും കുറച്ച് കമ്മ്യൂണിറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിലും കൂടുതലും ഒരാളുടെ റൈറ്റ്സ് ആണ് വരുന്നത്. അതേസമയം DPSPസിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതാണ് മറ്റൊരു വ്യത്യാസം. അത് കഴിഞ്ഞാൽ പിന്നെ
ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് വേറെ നിയമമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വേറെ നിയമങ്ങൾ പല കാര്യത്തിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുക ഒരു നിയമമാണ്. നമുക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, സുപ്രീം കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുക്കാം. പക്ഷേ DPSPസിൽ വരുമ്പോഴോ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമം കൊണ്ടുവരണം അല്ലേ. DPSPസ് ഇൻ ഇറ്റ് സെൽഫ് ഒരു നിയമം വഴി ലംഘിച്ചാൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല, ജസ്റ്റിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു DPSPs നടപ്പിലാക്കണമെങ്കിൽ നമ്മളൊരു നിയമം കൊണ്ടുവരണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബീഹാറിലൊക്കെ മദ്യവിമുക്തമാക്കിയെന്ന്. അപ്പോൾ ബീഹാറിലൊരു നിയമം കൊണ്ടുവന്നിട്ടാണ് മദ്യവിമുക്തമാക്കിയത്. പക്ഷെ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നെങ്കിൽ അവിടെ ഒരിക്കലും അങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ടി വരില്ലായിരുന്നു. പല കാര്യത്തിലും നിയമം കൊണ്ടുവന്നിട്ടുമുണ്ട്. പക്ഷെ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നിയമം വേണമെന്നൊന്നുമില്ല. DPSPസിന് നിയമം ഉണ്ടെങ്കിലേ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. DPSPസിലുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ ഇതിൻ്റെയൊക്കെ പേരിൽ റിവ്യൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോർട്ട്സ് ആർ ബൗണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിച്ചു എന്ന് പറഞ്ഞാൽ കോർട്ട്സ്, അതായത് നമ്മുടെ കോടതികൾ അവിടെ ആ ഒരു നിയമത്തിനെ എഴുതി തള്ളിയേ പറ്റൂ. ചില കാര്യങ്ങളിൽ നമ്മുടെ ഗവൺമെന്റിന് ഭേദഗതി കൊണ്ടുവന്നിട്ടാണ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടേ ചില നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് എങ്ങാനും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ലംഘിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ EWS സ്കീമില്ലേ, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, ഈ മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് ഉള്ള റിസർവേഷൻ കൊടുക്കുന്ന ആ ഒരു രീതി, അത് കൊണ്ടുവരാനായിട്ട് നമ്മളുടെ ഈ ഒരു റൈറ്റ് ടു ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എംപ്ലോയ്മെന്റ് എന്നുള്ള ആ ഒരു ആർട്ടിക്കിൾ 16 ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് EWSകാരെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു EWS സ്കീം കൊടുത്തത്. അതിൻ്റെ ഉള്ളിൽ കയറ്റിയില്ലായിരുന്നെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോടതി അത് എഴുതി തള്ളിയാനെ. അതുകൊണ്ടാണ് പറയണേ, നമ്മളുടെ ഈ ഒരു ഗവൺമെന്റ് ഭേദഗതി കൊണ്ടുവരാത്തിടത്തോളം ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ ലംഘിക്കുന്നുണ്ടെങ്കിൽ കോടതി അത് എഴുതി തള്ളിയേ പറ്റൂ. ദേ ആർ ബൗണ്ട് ടു സ്ട്രൈക്ക് ഇറ്റ് ഓഫ്. പക്ഷേ അതേസമയം DPSPസിൻ്റെ കാര്യം വന്നാലോ, DPSPs പാലിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ DPSPസിലത്തെ ഏതെങ്കിലും കാര്യങ്ങൾ പാലിക്കാണ്ടിരുന്നാലും നമ്മളെ കോടതിക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കോടതിക്ക് അങ്ങനെ ഒരു എന്താ പറയുക കടമയായിട്ട് വെച്ചിട്ടൊന്നുമില്ല, നിങ്ങളിത് ചെയ്തേ പറ്റൂ, അത് എഴുതി തള്ളിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം DPSPs നോൺ ജസ്റ്റിസിബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ DPSPസും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോൾ കുറേ കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ ഒരു രാജ്യം നിലവിൽ വന്ന്, ഇവിടെ ഈ ഒരു ഭരണഘടന നിലവിൽ വന്ന്, അതായത് DPSPസും ഫണ്ടമെന്റൽ റൈറ്റ്സും വന്നത് തൊട്ട് 1950 നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് November 26 അഡോപ്ഷൻ. അതിന്റെ കമൻസ്മെന്റ് വന്നത് November 26, 1949 അഡോപ്ഷൻ. അതിനുശേഷം അതിന്റെ കമൻസ്മെന്റ് വന്നത് January 26, 1950 അപ്പോൾ 1950 ഇത് വന്നേ പിന്നെ 51 തന്നെ വന്നു കേസ്. 1951 ചമ്പകം ദൊരൈരാജ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡന്റ് കേസ് കൊടുത്തു. ഈ മെഡിക്കൽ കോളേജിൽ ഏറ്റവും അഡ്മിഷന്റെ സമയത്ത് ഈ റിസർവേഷൻ ഉണ്ടല്ലോ, കാരണം DPSPസിലെ SC STസിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, അവരുടെ ഇൻട്രസ്റ്റ്, എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ റിസർവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ചമ്പകം ദൊരൈരാജൻ കൊണ്ട് കേസ് കൊടുത്തു. റൈറ്റ് ടു ഈക്വാലിറ്റിക്കെതിരല്ലേ ഇത്. അപ്പോൾ നമ്മളുടെ ഗവൺമെന്റ് പരിങ്ങലിലായി. അപ്പോൾ നമ്മളുടെ കോടതി പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ലംഘിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ അമെൻമെന്റുകൾ കൊണ്ടുവന്നോളൂ. അങ്ങനെയാണ് 1ാമത്തെ അമെൻമെന്റ്, 4ാമത്തെ അമെൻമെന്റ്, 17ാമത്തെ അമെൻമെന്റ് ഒക്കെ വരുന്നത്. ഇത് ഈ ഒരു റിസർവേഷന് വേണ്ടി മാത്രമൊന്നുമല്ല കേട്ടോ ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്തത്. നമ്മളുടെ ഈ ഒരു ലാൻഡ് റിഫോമിന്റെ കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അമെൻമെന്റ്, ഈ 4th അമെൻമെന്റ്, 17th അമെൻമെന്റ് ഒക്കെ വന്നത്. അപ്പോൾ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നത് തന്നെ റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് എതിരാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നീട് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 16 നോക്കുമ്പോൾ തന്നെ അറിയാം ഈ റിസർവേഷൻ കൊടുക്കുന്നത് ഓക്കെയാണെന്ന് പ്രത്യേകം എടുത്ത് വെച്ചിട്ട് തന്നെയുണ്ട്. പിന്നെ നമ്മൾ ലാൻഡ് റിഫോംസിന്റെ കാര്യത്തിൽ വന്നപ്പോൾ 1ാമത്തെയും 4ാമത്തെയും 17ാമത്തേലൊക്കെ ഈ 9th ഷെഡ്യൂൾ പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അതൊന്നും പറ്റില്ല എന്നായപ്പോഴാണ് നമ്മളുടെ ഈ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടീനെ തന്നെ 44ാമത്തെ അമെൻമെന്റ് വഴി എടുത്തു കളഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. DPSPസിന്റെ കാര്യവും പറഞ്ഞിട്ട് DPSPs നടപ്പിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കേസായിരുന്നു ചമ്പകം ദൊരൈരാജിന്റെ കേസ് 1951. അതിനുശേഷം ഗോലക്നാഥ് കേസിൽ ഇവിടെ അമെൻമെന്റുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അപ്പം നമ്മളെ ഗോലക്നാഥ് കേസിൽ വന്നിട്ട് നമ്മളുടെ സുപ്രീം കോടതി പറഞ്ഞു ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്ത് കളയാൻ പറ്റില്ല എന്ന്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നല്ലോ, അപ്പോൾ അതൊന്നും എടുത്തു കളയാൻ പറ്റില്ല. അത് സാക്രോസാങ്ക്ട് ആണ്, അതായത് നമ്മൾ ഈ പരിപാവനമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മളുടെ കോടതി അങ്ങോട്ട് എടുത്ത് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഈ ആർട്ടിക്കിൾ
13 ജുഡീഷ്യൽ റിവ്യൂസിനെ കുറിച്ച് പറയണില്ലേ, ആ ജുഡീഷ്യൽ റിവ്യൂസിനെ കുറിച്ച് പറയണോടത്ത് ഈ അമെൻമെന്റ്സ് ലോ ആണെന്ന് പറയണില്ല. അപ്പോൾ നിയമത്തിനല്ലേ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അമെൻമെന്റ് ആയതുകൊണ്ട് അതിനെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഭരണകർത്താക്കൾ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മളുടെ സുപ്രീം കോടതി അങ്ങോട്ട് പറഞ്ഞു അമെൻമെന്റ്സും ലോസ് ആണ്, അമെൻമെന്റ്സും ഞങ്ങൾ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം മൊത്തത്തിൽ പ്രശ്നമായി. ഈ 1-ാമത്തെയും 4-ാമത്തെയും 17-ാമത്തെ അമെൻമെന്റ് ഒക്കെ ഇനി റിവ്യൂ ചെയ്യില്ലേ. അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി, നമ്മളുടെ ഗവൺമെന്റ് 24-ാമത്തെ അമെൻമെന്റ് കൊണ്ടുവന്നു. 24-ാമത്തെ അമെൻമെന്റിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പവർ ഉണ്ട്, ഞങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എബ്രിഡ്ജ് ചെയ്യും, ഞങ്ങൾക്കിത് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാനൊക്കെ പറ്റും. പിന്നെ 25-ാമത്തെ അമെൻമെന്റ് വഴി ആർട്ടിക്കിൾ 31C കൊണ്ടുവന്നു. ഈ ആർട്ടിക്കിൾ 31C കുറിച്ച് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. നമ്മളെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് അതിനൊന്ന് മാറ്റി നിർത്താനായിട്ട് അവിടെ ഈ ഒരു ലാൻഡ് റിഫോംസിന് വേണ്ടി DPSPs ആർട്ടിക്കിൾ 39B and C കൊണ്ടുവരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 14 19 അതിൻ്റെ മുന്നിൽ കീഴടങ്ങി കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ആർട്ടിക്കിൾ 31C പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭൂപരിഷ്കരണത്തിന് വേണ്ടി കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ റൈറ്റ് ടു ഈക്വാലിറ്റിയും പ്രശ്നമല്ല, റൈറ്റ് ടു ഫ്രീഡവും പ്രശ്നമൊന്നും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 25-ാമത്തെ അമെൻമെന്റിൽ ആർട്ടിക്കിൾ 31C കൊണ്ടുവന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ പ്രൊവിഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ ഭൂപരിഷ്കരണത്തിന് മാത്രമല്ല കേട്ടോ, ഈ ഭൂപരിഷ്കരണത്തിനാണെന്നും പറഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഭൂപരിഷ്കരണമാണോ നടന്നത്, വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ടാണോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്ത് കളഞ്ഞതെന്നൊന്നും പറയരുത്. അതായത് ഭൂപരിഷ്കരണം എന്നുള്ളതൊരു മറയാക്കി വെച്ചു. ഏത് ഭരണഘടനാ ഭേദഗതി ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എടുത്തു കളഞ്ഞാലും അത് ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അത് പ്രശ്നമില്ല എന്നുള്ള ഒരു സെക്കൻഡ് പ്രൊവിഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രൊവിഷൻ ശരിക്കും നല്ലതായിരുന്നു, അതായത് ഭൂപരിഷ്കരണം നടത്താനായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കാം. പക്ഷെ രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മറവിൽ ഏത് നിയമവും കൊണ്ടുവരാമെന്നുള്ള രീതിയിലും കൂടെ അവർ എഴുതി ചേർക്കാൻ ശ്രമിച്ചു. അപ്പം എന്തുണ്ടായേ, നമ്മളെ കേശവാനന്ദ ഭാരതി കേസിൽ ബേസിക് സ്ട്രക്ചർ, നമ്മളുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഒരിക്കലും ലംഘിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആർട്ടിക്കിൾ 31C ആദ്യത്തെ പ്രൊവിഷൻ ഉണ്ടല്ലോ, അതായത് ഭൂപരിഷ്കരണത്തിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ മാറ്റി നിർത്താം എന്ന് പറഞ്ഞത് സമ്മതിച്ചു കൊടുത്തു. പക്ഷെ രണ്ടാമത്തെ കാര്യം, അതായത് ഭൂപരിഷ്കരണമാണെന്നും പറഞ്ഞിട്ട് എന്തും കൊണ്ടുവരാം, അവിടെ നിങ്ങൾ വന്ന് ചകഞ്ഞു നോക്കരുത് അത് ഭൂപരിഷ്കരണം തന്നെ ആയിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിരുന്നോ എന്നൊന്നും ചകഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞ ആ രണ്ടാമത്തെ പ്രൊവിഷൻ അവർ വേണ്ടെന്ന് വെച്ചു, സ്ട്രൈക്ക് ഓഫ് ചെയ്തു. നിങ്ങളിത് തെറ്റാണ് ചെയ്യുന്നത്, ഞങ്ങളെന്താ മണ്ടന്മാരാണെന്ന് വിചാരിച്ച് ഞങ്ങളെ കബളിപ്പിക്കാന്ന് വിചാരിച്ചോ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെയാണ് ആ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. 24-ാമത്തെ തീയതി ഏപ്രിൽ 24 1973 ഈ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ എന്തുണ്ടായി, നമ്മളുടെ ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്ത് ഭരിക്കണം. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഗവൺമെന്റ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല, ഞങ്ങളാണ് പവർഫുൾ, ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഞങ്ങളെ, അല്ലാണ്ട് സുപ്രീം കോടതിയിലത്തെ ജഡ്ജിമാരെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വെച്ചതൊന്നുമല്ലല്ലോ, ഞങ്ങളെയാണ് ജനപ്രതിനിധികളായിട്ട് ജനങ്ങളെ ഭരിക്കാനുള്ളവരായിട്ട് ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഞങ്ങൾ തീരുമാനിക്കും. എന്നിട്ട് പറഞ്ഞു ഏത് ലോയും ഏത് നിയമവും DPSPs കൊണ്ടുവരാനായിട്ടാണ് കൊണ്ടുവരണമെങ്കിൽ അപ്പോൾ അതിനെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ ലംഘിച്ചു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ വിട്ടുതരില്ല. മിനർവ മിൽസ് കേസിലത്തെ ജഡ്ജ്മെന്റ് അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. 1950 മിനർവ മിൽസ് കേസിലത്തെ ജഡ്ജ്മെന്റ് വന്നത്. അവിടെ പറഞ്ഞു നമ്മളുടെ ഈ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ കോറാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാലും DPSPs എന്ന് പറഞ്ഞാലും, ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ബാലൻസ് ആണ് വേണ്ടത്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. മിനർവ മിൽ എന്ന് പറയുമ്പോൾ അവിടെ ഈ ബാലൻസ് തൂക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവുമല്ലോ, അപ്പം അത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. മിനർവ മിൽസ് കേസിലാണ് ബാലൻസ് ബിറ്റ്വീൻ DPSPs ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണമെന്ന് പറഞ്ഞത്. ഈ കേശവാനന്ദ ഭാരതി കേസിൽ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചോ, ഭാരതിയുടെ ബായും ബേസിക് സ്ട്രക്ചറിന്റെ ബായും നമ്മൾ കണക്ട് ചെയ്തിട്ട് കേശവാനന്ദ ഭാരതി കേസിലാണ് ബേസിക് സ്ട്രക്ചർ, മിനർവ മിൽസ് കേസിൽ ബാലൻസ് ആണ്, മില്ല് ബാലൻസ്, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കോറ് ഫോം ചെയ്യണത്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഒരെണ്ണത്തിനെടുത്ത് കളയാൻ പറ്റുക? അപ്പോൾ രണ്ടുപേരും തമ്മിലൊരു ബാലൻസ് വേണമെന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ അവര് പ്രത്യേകം മിനർവ മിൽസ് കേസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് DPSPs കൊണ്ടുവരാനായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒരിക്കലും വയലേറ്റ് ചെയ്യരുത്. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്തോ,
ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നിങ്ങൾ അമെൻഡ് ചെയ്തോ. അങ്ങനെയാണ് 44ാമത്തെ അമെൻമെന്റിൽ നമ്മളെ ജനതാ പാർട്ടി വന്ന സമയത്ത് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടീനെ മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് കളഞ്ഞത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഈ DPSPs എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് ഒക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടല്ലേ എല്ലാവർക്കും ഡെലിവർ ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാൻ വേണ്ടി പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2015 നീതി ആയോഗ് കൊണ്ടുവന്നു. പിന്നെ നമുക്കറിയാം ലാൻഡ് റിഫോംസ് പല സ്ഥലത്തും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുവിധ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിലൊക്കെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അത് നടപ്പിലായതെന്ന് മാത്രം. അപ്പോൾ കേരളത്തിൽ നമ്മൾ അച്യുതമേനോൻ സർക്കാരിൻ്റെ സമയത്തൊക്കെയാണ് ഇത് പ്രോപ്പറായിട്ട് ഇവിടെ നടപ്പിലൊക്കെ ആയത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ലാൻഡ് റിഫോംസ് നമ്മളുടെ DPSPs പറഞ്ഞ കാര്യമാണല്ലോ. പിന്നെ ഈ മിനിമം വേജസ് ആക്ട്, പിന്നെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും വന്നത് ഈ ഒരു DPSPs പേരിൽ തന്നെയാണ്. ഈ ലൈവ്ലിഹുഡ്, ലിവിങ് വേജസ്, അങ്ങനെയൊക്കെ നമ്മുടെ DPSPs സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിലുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, ഇതൊക്കെ വന്നത് എന്തിൻ്റെ പേരിലാണ്? നമ്മളെ DPSPs സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ പേരിൽ തന്നെയാണ്. പിന്നെ നമ്മളെ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്, നമ്മളുടെ ഇവിടെ ഈ പഞ്ചാബ് ബാങ്ക് അങ്ങനെ പല ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്ത് നമ്മളെ ഗവൺമെന്റിന്റെ കീഴിലാക്കി മാറ്റിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്താ, അതൊക്കെ ഈ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഒക്കെ നടപ്പിലാക്കിയത് ഈ DPSPs പേരിൽ തന്നെയാണ്. ടു യൂട്ടിലൈസ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊമോട്ടിംഗ് ദ കോമൺ ഗുഡ്. അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമ്മളുടെ എയർ ഇന്ത്യ വരെ നാഷണലൈസ് ചെയ്തതാണ്. ടാറ്റയുടെ നിന്ന് ഏറ്റെടുത്തിട്ട് പിന്നെ ഇപ്പോൾ ടാറ്റയുടെ കയ്യിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കിയത് DPSPs പേരിലാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട്. നമ്മളുടെ നാൽസ, ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ ക്ലാസ്സിൽ ലീഗൽ എയ്ഡിനെ കുറിച്ച്, ലീഗൽ എയ്ഡ് കൊടുക്കാനായിട്ട് ലീഗൽ സർവീസ് അതോറിറ്റിനെ കൊണ്ടുവന്നത് ഏത് ആക്ട് പ്രകാരം? നമ്മളുടെ ഇതേ DPSPs ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ ഇവിടെ ലോക അദാലത്ത് പോലുള്ള സെറ്റപ്പുകളൊക്കെ കൊണ്ടുവന്നത്. നമുക്കിപ്പോൾ അറിയാം, നമുക്ക് പെട്ടെന്ന് ഡിസ്പ്യൂട്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദാലത്ത് വെക്കാറുണ്ട് നമ്മളെ കോടതികളിലൊക്കെ. അതൊക്കെ കൊണ്ടുവന്നത് ഈ DPSPs വഴിയാണ്. എല്ലാവർക്കും പെട്ടെന്നുള്ള ആ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുക്കണം എന്നുള്ളത് കാരണമാണ് നമ്മളിവിടെ ലോക അദാലത്ത് കൊണ്ടുവന്നത്. അങ്ങനെ പല രീതിയിലും ഇവിടെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കാരണം നമ്മളുടെ DPSPs തന്നെയാണ്. പിന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസിനെ കുറിച്ചൊക്കെ നമ്മളുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഖാദി ബോർഡ്, വില്ലേജസ് ബോർഡൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ലൈവ്ലിഹുഡ് പ്രോഗ്രാംസ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ, ജവഹർ റോസ്ഗാർ യോജന, സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അങ്ങനത്തെ പല വിധത്തിലുള്ള ലൈവ്ലിഹുഡ് പ്രോഗ്രാംസ് കൊണ്ടുവന്നതുകൊണ്ടാണ് നമ്മളെ DPSPs ഒരു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ അത് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, നമ്മളുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഒരു ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യണം. എവിടെയാ പറഞ്ഞത്? DPSPs പറഞ്ഞിട്ടുള്ളതാ. പിന്നെ അതിനുശേഷം പഞ്ചായത്ത് രാജസിനെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ 40 പറഞ്ഞ കാര്യമാണ് നമ്മളെ പഞ്ചായത്ത് രാജ് ആക്ടിൽ കൊണ്ടുവന്ന. SC/ST റിസർവേഷനെ കുറിച്ചിട്ട് അതും നമ്മളുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിലുള്ളൊരു കാര്യമാണ്. പിന്നെ അതിനുശേഷം നാഷണൽ ലെവൽ കമ്മീഷൻസ്, ഈ പിന്നാക്ക് നിന്നവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇപ്പം നമ്മളെ നാഷണൽ ലെവൽ SC/ST കമ്മീഷൻ, ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ എല്ലാം കൊണ്ടുവന്ന് എന്തിൻ്റെ പേരിലാണ്? നമ്മളുടെ DPSPs പേരില. പിന്നെ CRPC 1973 ഇതെന്തിനായിരുന്നു? നമ്മളുടെ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. നമ്മളുടെ പണ്ടത്തെ കളക്ടർമാർക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറേ ജുഡീഷ്യൽ ആയിട്ടുള്ള കുറേ അധികാരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു കളഞ്ഞത് നമ്മളുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC 1973 പ്രകാരമാണ്. പിന്നെ നമ്മളുടെ ഇവിടെയൊക്കെ ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ഈ വാക്സിനേഷനൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ കൊണ്ടുവന്നതും നമ്മളുടെ DPSPs പ്രകാരമാണ്. പിന്നെ നമ്മളുടെ മോണ്യുമെന്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മോണ്യുമെന്റ് ആക്ട്സ് ഉള്ളത്, നമ്മളുടെ പശുക്കളുടെ അറവൊക്കെ കുറയ്ക്കുന്ന കൗ സ്ലോട്ടറിനെ കുറിച്ചുള്ള നിയമങ്ങൾ. പിന്നെ നമ്മൾ ഈ രാജ്യാന്തര തലത്തിൽ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും നെഹ്റു ഒക്കെ നോൺ അലൈൻമെന്റിനെ വലിയ ഒരു വളരെയധികം പ്രപ്പോസൽസ് വെച്ചിരുന്ന ഒരാളായിരുന്നു എന്ന്. അപ്പോൾ അത് കൊണ്ടുവരാൻ കാര്യം പൻഷീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരുടെയും സമാധാനം ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ എതിരാളികളെ പോയി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല. നമ്മൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള എല്ലാ ഫോറിൻ പോളിസീസും നമ്മൾ വെച്ചിട്ടുള്ളത് ഈ DPSPs പേരിലാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DPSPs നമ്മളെ രാജ്യത്തിനെ വളരെയധികം കുറേയധികം പ്രിൻസിപ്പിൾസിൻ്റെ കാര്യത്തിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ DPSPs പുറത്ത് കുറച്ച് ഈ പാർട്ട് 4 അല്ലാണ്ട് നമുക്ക് കുറച്ച് ഡയറക്റ്റീവ്സും കൂടി ഉണ്ട്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മദർ ടങ്ക്, നമ്മളുടെ
എന്താ പറയുക, മാതൃഭാഷയിൽ നമുക്ക് ചെറുപ്പത്തിൽ ഇൻസ്ട്രക്ഷൻസ് തരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പാലക്കാട്, തിരുവനന്തപുരം പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഈ തമിഴ്നാട് ബോർഡറുകളിൽ തമിഴ് സ്കൂളുകളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഹിന്ദി ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യണമെന്ന് DPSPസിൽ പറഞ്ഞിട്ടില്ല. ഇതൊന്നും പാർട്ട് 4 കേട്ടോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഉള്ളിലില്ല. വേറെ നമ്മളുടെ ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ വേറെ കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പം നമ്മളുടെ ഈ മദർ ടങ് ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യമാണെങ്കിൽ ആർട്ടിക്കിൾ 335 പാർട്ട് 16 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 350A ആർട്ടിക്കിൾ 350A നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ് പറഞ്ഞിട്ടുള്ള ഈ SC/ST സർവീസസിലുള്ള ക്ലെയിംസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 335 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, 335 SC/STസിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. മദർ ടങ്ങിൻ്റെ കാര്യം 350A പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹിന്ദി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആർട്ടിക്കിൾ 351 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ DPSPസിൻ്റെ ഉള്ളിൽ മാത്രമല്ല, പാർട്ട് 4 മാത്രമല്ല, വേറെ ചില സ്ഥലത്തും കൂടെ ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാര്യങ്ങൾ. SC/STs ഇൻ സർവീസസ്, ഹിന്ദി ലാംഗ്വേജ്, മദർ ടങ്ങിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും. പിന്നെ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ വോട്ടിംഗ് റൈറ്റ് ഒക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് മാത്രം നമ്മളുടെ പാർട്ട് 3ൻ്റെ പുറത്താണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പുറത്ത് കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും DPSPസിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഇത്രയാണ് നമുക്ക് DPSPസിൽ വരുന്നത്. DPSPസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് വെച്ചിട്ടാണ്. അത് ആർട്ടിക്കിൾ 36 ആർട്ടിക്കിൾ 37 നമ്മളുടെ ഈ ഒരു DPSPs എന്ന് പറയുന്നത് വളരെ ഫണ്ടമെൻ്റൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ടിനെ കുറിച്ചാണ് 37 പറയുന്നത്. പിന്നെ കുറേ അധികം കാര്യങ്ങൾ താഴെ വരുന്നുണ്ട്. ആർട്ടിക്കിൾ 40 പ്രകാരമാണ് നമ്മൾ PRIs കൊണ്ടുവന്നത്, അതായത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 44 പ്രകാരമാണ് നമ്മൾ UCCയുടെ കാര്യം പറയുന്നത്. നമ്മൾ ഉത്തരാഖണ്ഡിൽ അതിപ്പോൾ ഓൾമോസ്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞു. അതിനുശേഷം ആർട്ടിക്കിൾ 51 പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിനെ കുറിച്ചും കൂടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുവിധം എല്ലാ കാര്യത്തിലും ഒരു നിർദ്ദേശം നൽകുന്ന ഒരു സെറ്റപ്പാണ് നമ്മുടെ DPSP. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ ബൈ.